ഹലോ എവരി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GISനകത്തെ ക്വയറി മോഡൽസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ടൈപ്സും എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ആൻഡ് ക്വയറീസ് ഇൻ GIS refers to the process of selecting and retrieving specific spatial and attribute data based on a defined conditions എന്നുള്ളതാണ്. അതായത് ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതായ സ്പേഷ്യൽ ആൻഡ് ആട്രിബ്യൂട്ട് ഡാറ്റയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റിട്രൈവ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ക്വയറി മോഡൽസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വയറി മോഡലുകൾ വാട്ട്, വേർ ആൻഡ് ഹൗ എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ, ഒരു ഇൻഫർമേഷനെ സംബന്ധിക്കുന്ന വാട്ട്, വേർ ആൻഡ് ഹൗ എന്ന് പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡാറ്റയെ സെലക്ട് ചെയ്യുന്നതിനും നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റയെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനും അതിനെ അനലൈസ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ക്വയറി മോഡൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം GISനകത്ത് നമ്മൾ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റയും ഉണ്ട്, അതിനെ സംബന്ധിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പോൾ ഇത്തരം ഇൻഫർമേഷൻസിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ക്വയറി മോഡലിംഗ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് ഡാറ്റ ഫിൽറ്ററിങ്ങിനും ഡാറ്റയുടെ അനാലിസിസിനും അതുപോലെ തന്നെ സ്പേഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ GISൻ്റെ ക്വയറീസ് വളരെയധികം അനിവാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ GISനകത്ത് ക്വയറീസ് 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഈ ക്വയറീസിലുള്ളത്. 3 തരത്തിലാണ് ക്വയറീസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒന്ന് സ്പേഷ്യൽ ക്വയറി ഉണ്ട്, ആട്രിബ്യൂട്ട് ക്വയറി ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പോളജിക്കൽ ക്വയറി ഉണ്ട്. അപ്പോൾ ആട്രിബ്യൂട്ട് ക്വയറി എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നോൺ സ്പേഷ്യൽ ആയിട്ടുള്ളൊരു ഡാറ്റയെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ആട്രിബ്യൂട്ട് ക്വയറി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടേബിൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ ഒരു പോപ്പുലേഷൻ്റെ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ 1 lakhൽ കൂടുതലോ കുറവോ ഉള്ള പോപ്പുലേഷൻ ഉള്ള സിറ്റീസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ക്വയറിയാണ്. ഇനി സ്പേഷ്യൽ ക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഓർ സ്പേഷ്യൽ റിലേഷൻഷിപ്സ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ പറയുകയാണ് സ്കൂളിന് അടുത്തുള്ളതായ ഒരു 5 കിലോമീറ്റർ പരിസരത്തുള്ളതായ ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സ്പേഷ്യൽ ക്വയറിയാണ്. ഇനി ടോപ്പോളജിക്കൽ ക്വയറി ഉണ്ട്. ഓക്കെ, അപ്പം 3 തരത്തിലുള്ള ക്വയറിയാണുള്ളത്. സ്പേഷ്യൽ ക്വയറി, ആട്രിബ്യൂട്ട് ക്വയറി ആൻഡ് ടോപ്പോളജിക്കൽ ക്വയറി ആണ്. അപ്പോൾ ടോപ്പോളജിക്കൽ ക്വയറി എന്ന് പറയുന്ന സമയത്ത് ഫീച്ചേഴ്സിൻ്റെ സ്പേഷ്യൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വയറിയാണ്. ഓക്കെ, അപ്പം ഹൈവേയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന റോഡുകൾ ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർഡ് ബൗണ്ടറീസ് ഉള്ള മേഖലകൾ ഫൗണ്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് അഡ്ജസെൻ്റ്, ഇൻ്റർസെക്റ്റ്, കണ്ടെയ്ൻ ആൻഡ് ഓവർലാപ്പ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ടോപ്പോളജിക്കൽ ആയിട്ടുള്ള ക്വയറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ സ്പേഷ്യൽ ക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആണ്. ദെൻ ആട്രിബ്യൂട്ട് ക്വയറി എന്ന് പറയുന്ന സമയത്ത് ടേബിൾ ഡാറ്റയാണ് നമ്മളവിടെ അനലൈസ് ചെയ്യുന്നത്. ടോപ്പോളജിക്കൽ ക്വയറി എന്ന് പറയുന്ന സമയത്ത് സ്പേഷ്യൽ റിലേഷനാണ്. ഇനി മൂന്നിൻ്റെയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം സ്പേഷ്യൽ ക്വയറി ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്പേഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ലൊക്കേഷനെ ബേസ്ഡ് ആയിട്ടുള്ള ക്വയറീസിനെയാണ് സ്പേഷ്യൽ ക്വയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള ഡാറ്റകൾ, ഡാറ്റാബേസിലുള്ളതായ ഡാറ്റകളിൽ നിന്നും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഡാറ്റകളെ എടുക്കുന്നതാണ് ക്വയറി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ അനുയോജ്യമായ ഡാറ്റ സ്പേഷ്യൽ ആയിട്ടുള്ള ലൊക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണെങ്കിൽ അതിനെ നമ്മൾ സ്പേഷ്യൽ ക്വയറീസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ടുള്ള സ്പേഷ്യൽ ക്വയറി ഓപ്പറേഷൻസ് ബഫർ, നിയർ, ഇൻ്റർസെക്റ്റ്, യൂണിയൻ ആൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ടുള്ള സ്പേഷ്യൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദസ് ആർ ഓഫ്റ്റൻ ക്യാരിഡ് ഔട്ട് ത്രൂ ഓവർലേ ആൻഡ് പ്രോക്സിമിറ്റി അനാലിസിസ് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇനി സ്പേഷ്യൽ ക്വയറി GISനകത്ത് ഉള്ള ടൈപ്സ് ഓഫ് സ്പേഷ്യൽ ക്വയറികളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വയറി ഉണ്ട്, സ്പേഷ്യൽ അനാലിസിസ് ക്വയറി ഉണ്ട്, പ്രോക്സിമിറ്റി ക്വയറി ഉണ്ട്, സ്പേഷ്യൽ റിലേഷൻഷിപ്പ് ക്വയറി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ലൊക്കേഷൻ ബേസ്ഡ് ക്വയറി എന്ന് പറയുന്ന സമയത്ത്
ഒരു സാധനം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വേർ ഈസ് സംതിങ് ലൊക്കേറ്റഡ് എന്നുള്ളതാണ് ലൊക്കേഷൻ ബേസ്ഡ് ക്വയറിക്കകത്ത് നമ്മൾ ചെയ്യുന്നത്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനോ ഏരിയയോ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ ഒരു സിറ്റി ബൗണ്ടറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ബിൽഡിങ്സ് ആണുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ലൊക്കേഷൻ ബേസ്ഡ് ക്വയറിക്കകത്ത് വരുന്നത്. അതായത് സെലക്ഷൻ ബൈ എ ഏരിയ ഓർ പ്ലേസ് എന്നുള്ളതാണ്. ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനൽ ഒരു ഏരിയക്കകത്തുള്ള ഫീച്ചേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വയറി എന്ന് പറയുന്നത്. ഇനി സ്പേഷ്യൽ അനാലിസിസ് ക്വയറി എന്ന് പറയുന്ന സമയത്ത് വാട്ട് പാറ്റേൺസ് ഓർ റിസൾട്ട്സ് ക്യാൻ ബി ഡിറൈവ്ഡ് എന്നുള്ളതാണ് സ്പേഷ്യൽ അനാലിസിസ് ക്വയറിക്കകത്ത് വരുന്നത്. അതായത് വളരെ ബ്രോഡർ ആൻഡ് മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്വയറിയാണ്. ഇത് സ്പേഷ്യൽ ഡാറ്റയെ അനലൈസ് ചെയ്യുകയും ഒരു പുതിയ ഇൻഫർമേഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ് സ്പേഷ്യൽ അനാലിസിസിനകത്ത് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പം ഒരു ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള സോണുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതല്ലെങ്കിൽ ലാൻഡ് യൂസ് ചേഞ്ചിനെ കുറേ കാലഘട്ടങ്ങളിൽ ഉള്ളതായിട്ടുള്ള ലാൻഡ് യൂസ് ചേഞ്ചിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഒരു ഡാം ബിൽഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വളരെ സ്യൂട്ടബിലിറ്റി ആയിട്ടുള്ള ഒരു പ്ലേസ് അനലൈസ് ചെയ്യുന്നു തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രോസസ്സിംഗ് ഇൻവോൾവ് ആയിട്ടുണ്ട്. മോഡലിംഗ് ആൻഡ് അനാലിസിസ് ആണ് സ്പേഷ്യൽ അനാലിസിസിനകത്ത് നടക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ ബേസ്ഡ് ക്വയറി എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിലെ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ ഓർ ഏരിയയിലെ ഫീച്ചേഴ്സ് ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പേഷ്യൽ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഒരു ഡാറ്റയെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്വയറിയാണ് സ്പേഷ്യൽ അനാലിസിസ് ക്വയറി എന്ന് പറയുന്നത്. ഒരു ജോഗ്രഫിക് ഫീച്ചേഴ്സിൻ്റെ റിലേഷൻഷിപ്പും മറ്റുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഫ്ലഡ് പ്രോൺ സോൺ ഏരിയ പോലെയുള്ള അല്ലെങ്കിൽ ലാൻഡ് യൂസ് ചേഞ്ച് കാലങ്ങൾക്കനുസരിച്ച് വരുന്ന ലാൻഡ് യൂസ് ചേഞ്ചിലെ മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഒരു അനാലിസിസിൻ്റെ ബേസിൽ കൊണ്ടുവരുന്നതിനെയാണ് സ്പേഷ്യൽ അനാലിസിസ് ക്വയറി എന്ന് പറയുന്നത്. ഇനി പ്രോക്സിമിറ്റി ക്വയറി ഉണ്ട്. പ്രോക്സിമിറ്റി ക്വയറി എന്ന് പറയുന്ന സമയത്ത് വാട്ട് ഈസ് നിയർ വാട്ട് എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതായത് രണ്ട് ഫീച്ചേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും മിക്കവാറും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഫീച്ചേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ക്വയറികൾ നടക്കുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഒരു സ്കൂളിൻ്റെ 3 കിലോമീറ്റർ പരിസരത്തുള്ള ഹോസ്പിറ്റലുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോലെ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള വീടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഡിസ്റ്റൻസ് ആണ്, ബഫറിങ്ങിനെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. സോ പ്രോക്സിമിറ്റി ക്വയറി എന്ന് പറയുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസിനെയാണ് അവരവിടെ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ സ്പേഷ്യൽ റിലേഷൻഷിപ്പ് ക്വയറി ഉണ്ട്. അപ്പോൾ സ്പേസുമായിട്ട് ഓരോ ഫീച്ചേഴ്സ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളതാണ് സ്പേഷ്യൽ റിലേഷൻഷിപ്പ് ക്വയറിയിൽ വരുന്നത്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടോപ്പോളജിക്കൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഫീച്ചേഴ്സ് തമ്മിലുള്ള ടോപ്പോളജിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഇത് എക്സാമിൻ ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഹൈവേസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന റോഡുകൾ, അല്ലെങ്കിൽ ഏരിയ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഏരിയാസ്, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയയ്ക്ക് അകത്തുള്ളൊരു ലേക്ക്, ഇത്തരത്തിൽ റിലേഷൻഷിപ്പിനെയാണ് അവിടെ പഠിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർസെക്റ്റ്, കണ്ടെയ്ൻ, അഡ്ജസെൻ്റ് ആൻഡ് ഓവർലാപ്പ് തുടങ്ങിയ കീ ഐഡിയാസ് ഒക്കെയാണ് ഇതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പം ലൊക്കേഷൻ ബേസ്ഡ് ക്വയറി എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസിനെ ബേസ് ചെയ്യുകയാണ്. ഇപ്പം ഡിസ്ട്രിക്റ്റിനകത്തെ ഫീച്ചേഴ്സ് അതിനൊരു എക്സാമ്പിളാണ്. സ്പേഷ്യൽ അനാലിസിസ് ക്വയറി എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു പാറ്റേൺ ആൻഡ് റിസൾട്ട്സ് ആണ് അതിനെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡാറ്റയെ അനലൈസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫ്ലഡ് റിസ്ക് മാപ്പിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് സ്പേഷ്യൽ അനാലിസിസ് ക്വയറി. പ്രോക്സിമിറ്റ് ക്വയറി എന്ന് പറയുന്ന സമയത്ത് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം സ്കൂളിൻ്റെ ഇപ്പോൾ 3 കിലോമീറ്റർ അടുത്തുള്ള ഹോസ്പിറ്റലുകൾ ഏതാണ്, അങ്ങനെയുള്ളതായിരിക്കും അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. സ്പേഷ്യൽ റിലേഷൻഷിപ്പ് ക്വയറി എന്ന് പറയുന്ന സമയത്ത് ഒരു ഫീച്ചേഴ്സിൻ്റെ സ്പേഷ്യൽ കണക്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഹൈവേസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന റോഡുകൾ, അങ്ങനെയുള്ളതായിരിക്കും സ്പേഷ്യൽ ക്വയറീസിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ക്വയറീസ് GISനകത്ത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സ്പേഷ്യൽ ഡാറ്റ റിട്രീവലിന് വേണ്ടിയിട്ടും സ്പേഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ടും റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്പേഷ്യൽ ഫീച്ചേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റിയൽ ടൈം ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ബേസ്ഡ് സർവീസിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു ക്വയറീസ് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ഇത്തരത്തിലുള്ള സ്പേഷ്യൽ ക്വയറികൾ
ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് ഡാറ്റയുടെ റിട്രൈവ് ആൻഡ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്രദമാണ് എന്നുള്ളതാണ്. അതായത് ഒരു ലാർജ് ആയിട്ടുള്ള ഡാറ്റാ സെറ്റിൽ നിന്നും കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പം ഒരു വലിയൊരു ഓവറോൾ ഇന്ത്യയുടെ ഒരു പോപ്പുലേഷൻ ഡാറ്റ ഉണ്ടെങ്കിൽ അതിൽ പർട്ടിക്കുലർ ആയിട്ടൊരു ഡിസ്ട്രിക്റ്റിൻ്റെ മാത്രം എടുക്കാൻ ഇത്തരത്തിലുള്ള ക്വയറികൾ സഹായകരമാകും എന്നുള്ളതാണ്. അങ്ങനെ അതുപോലെ തന്നെ ഓരോ ഫീച്ചേഴ്സും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ബൗണ്ടറി മനസ്സിലാക്കുന്നതിനൊക്കെ ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ജോഗ്രഫിക് ഡാറ്റയ്ക്കകത്ത് പാറ്റേൺ ആൻഡ് റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ഇപ്പം ഒരു ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള സോണ് അല്ലെങ്കിൽ ഡ്രൗട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ഒക്കെ മനസ്സിലാക്കാൻ ഇത് വളരെയധികം സഹായകരമാക്കും. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിന് വളരെയധികം സഹായകരമാക്കുന്ന ഒന്നാണ്. കാരണം പ്ലാനേഴ്സിനും അതോറിറ്റീസിനും ഒക്കെ തന്നെ അവർക്ക് ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് വളരെ നല്ല ഡിസിഷൻസ് എടുക്കുന്നതിന് ഈ ക്വയറീസ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സും നാച്ചുറൽ റിസോഴ്സസിൻ്റെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിന് സഹായകരമാകുന്നുണ്ട്. പിന്നെ ജോഗ്രഫിക് ആയിട്ടുള്ള ചില റിയൽ വേൾഡ് പ്രോബ്ലംസ് ഉണ്ടാവും. അത്തരം പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള ക്വയറീസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ആക്സിഡൻറ്റ് പ്രോൺ ആയിട്ടുള്ള ഒരു സോണുകൾ, ഹൈവേസിലെ ആക്സിഡൻറ്റ് പ്രോൺ സോണുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പേഷ്യൽ റിലേഷൻഷിപ്പ് പഠിക്കുന്നതിന് വളരെയധികം അനുയോജ്യമാണ് ഈ ഒരു ക്വയറി എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആട്രിബ്യൂട്ട് ക്വയറിയാണ്. ആൻഡ് ആട്രിബ്യൂട്ട് ക്വയറി ഇൻ GIS ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു റിട്രീവ് മാപ്പ് ഫീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദ descriptive information stored in their attribute tables എന്നുള്ളതാണ്. Every spatial feature such as point, line or polygon has associated attribute data that describe its characteristics എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എല്ലാ ഇൻഫർമേഷൻസിനും ഒരു ആട്രിബ്യൂട്ട് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവും. ഓക്കെ, ആ ആട്രിബ്യൂട്ട് ആയിട്ടുള്ള അതായത് നോൺ സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു ഡാറ്റയെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ക്വയറിയെയാണ് ആട്രിബ്യൂട്ട് ക്വയറി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു വാല്യൂസിനെ ആട്രിബ്യൂട്ട് ടേബിൾ ബേസ് ചെയ്തുകൊണ്ട് നോൺ സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു ഡാറ്റ ജോഗ്രഫിക് ഫീച്ചേഴ്സിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള നോൺ സ്പേഷ്യൽ ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ ഈ ആട്രിബ്യൂട്ട് ക്വയറിയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ആട്രിബ്യൂട്ട് ക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാപ്പ് ഫീച്ചേഴ്സിനെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഡാറ്റയുടെ ബേസിൽ അല്ലെങ്കിൽ നോൺ സ്പേഷ്യൽ ആയിട്ടുള്ള ഡാറ്റയുടെ ബേസിൽ റിട്രീവ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ എല്ലാ സ്പേഷ്യൽ ഫീച്ചേഴ്സിനും, ഇപ്പോൾ പോയിന്റ് ആണെങ്കിലും ലൈൻ ആണെങ്കിലും പോളിഗൺ ആണെങ്കിലും അതിന് ഒരു ആട്രിബ്യൂട്ട് ടേബിൾ ഉണ്ട്, ഇൻഫർമേഷൻസ് ഉള്ളതായ ഒരു ആട്രിബ്യൂട്ട് ടേബിൾ ഉണ്ട്. അപ്പോൾ എന്താ സ്പെസിഫിക് കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനകത്ത് നിന്നും അതിനെ എടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടാബുലർ ഡാറ്റ എന്ന് പറയുന്ന സമയത്ത് ഒരു ജോഗ്രഫിക് ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതല്ലാത്ത ഒരു ഡാറ്റയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഡാറ്റയെ അനലൈസ് ചെയ്യും ഫിൽട്ടർ ചെയ്യുകയും ചെയ്യാൻ പറ്റും. അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഡാറ്റാ സെറ്റിനെ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്താതെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റയെ സെലക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിനും സഹായകരമാകുന്ന ഒന്നാണ് ആട്രിബ്യൂട്ട് ക്വയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ വലിയൊരു പോപ്പുലേഷൻ്റെ ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു 1 ലാഖിൻ്റെ പോപ്പുലേഷൻ വരുന്നതായ സിറ്റീസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ അവിടെ ക്വയറി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞ കണ്ടീഷനെ മീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു മാപ്പായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല, നമുക്ക് 10 മീറ്റേഴ്സിൻ്റെ വിട്ട് മാത്രമുള്ള റോഡുകളാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവുക നമ്മൾ ഈ പറഞ്ഞ മീറ്ററിന് അനുസൃതമായിട്ടുള്ള ഒരു റോഡിൻ്റെ ഒരു ഇതായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആട്രിബ്യൂട്ട് ക്വയറി മീൻസ് സെലക്ടിങ് ഫീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ ഡാറ്റ വാല്യൂസ് നോട്ട് ദെയർ ലൊക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടല്ലാതെ ആ ഡാറ്റ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡാറ്റകളെ കളക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് ആട്രിബ്യൂട്ട് ക്വയറി എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് പർപ്പസ് ഓഫ് ആട്രിബ്യൂട്ട് ക്വയറി ആണ്. The main purpose of an attribute query is to extract a subset of data that satisfies users defined criteria എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉപഭോക്താവിന് ആവശ്യമായിട്ടുള്ള ഡാറ്റയെ ആ ഡാറ്റയുടെ സബ്സെറ്റിന് എടുക്കുക എന്നുള്ളതാണ് ആട്രിബ്യൂട്ട് ക്വയറിയുടെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. ഇത് ഡിസിഷൻ മേക്കിങ്ങിനും ഡാറ്റ അനാലിസിസിനും മാപ്പിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും വളരെയധികം സഹായകരമാകും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഗ്രേറ്റർ ദാൻ 500 പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സെൻസസ്
സെൻസസ് ഡാറ്റകൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിറ്ററസി റേറ്റ് 80% കൂടുതലുള്ള ഡിസ്ട്രിക്റ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തരത്തിൽ സെലക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആട്രിബ്യൂട്ട് ടേബിളുകളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ആട്രിബ്യൂട്ട് ക്വയറിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആട്രിബ്യൂട്ട് ക്വയറികൾ പെർഫോം ചെയ്യപ്പെടുന്നത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വയറി ലാംഗ്വേജിലാണ്. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ലാംഗ്വേജ് ആണ്. ഡാറ്റകളെ മാനേജ് ചെയ്യുന്നതിനും ഡാറ്റാബേസിനകത്തുള്ള ഡാറ്റകളെ മാനേജ് ചെയ്യുന്നതിനും ക്വയറി ചെയ്യുന്നതിനും നമ്മൾ എടുക്കുന്നതായിട്ടുള്ള ലാംഗ്വേജിനെയാണ് സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് ആട്രിബ്യൂട്ട് ടേബിളുകളിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റകളെ റിട്രീവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് ക്വയറീസ് പെർഫോം ചെയ്യുന്നതിനും ചില ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഡാറ്റകളെ ഫിൽട്ടർ ചെയ്യുന്നതിനുമൊക്കെ SQL വളരെയധികം സഹായകരമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ SQL നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത് സെലക്ട്, ഫ്രം, വേർ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട 3 കോമ്പണൻസ് ആണിത്. അപ്പോൾ സെലക്ട് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഫീൽഡുകളാണ്, കോളംസ് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക. ഫ്രം എന്ന് പറയുന്ന സമയത്ത് സ്പെസിഫൈസ് ദ ടേബിൾ കണ്ടെയ്നിങ് ദ ഡാറ്റ എന്നുള്ളതാണ് ഒരു. ദെൻ വേർ എന്ന് പറയുന്ന സമയത്ത് ഡിഫൈൻസ് ദ കണ്ടീഷൻ ഓഫ് എ സെലക്ഷൻ എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന 3 പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെലക്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള കോളംസ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് നെയിം ആൻഡ് പോപ്പുലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്നുണ്ടാവുക നെയിം ആൻഡ് പോപ്പുലേഷൻസിൻ്റെ കോളംസ് മാത്രമായിരിക്കും. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ആണ് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്നുണ്ടാവുക ഇപ്പോൾ നമുക്ക് വേണ്ടത് ഫ്രം ഡിസ്ട്രിക്റ്റ് ആണ്. ഒരു ഡാറ്റയിൽ ഫ്രം ഡിസ്ട്രിക്റ്റ് ആണ് വേണ്ടതെങ്കിൽ ഡാറ്റ ഡിസ്ട്രിക്ട് ടേബിൾ ആയിട്ടായിരിക്കും അവിടെ ഡിസ്ട്രിക്ട് ടേബിളിൽ നിന്നായിരിക്കും ടേക്കൺ ചെയ്യപ്പെടുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രം കൊടുക്കുന്നത് ഒരു പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പഞ്ചായത്തിൻ്റെ ഡാറ്റ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി വേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡാറ്റ ഫിൽട്ടർ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് പോപ്പുലേഷൻ ഒരു ഗ്രേറ്റർ ദാൻ 50,000 ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഡാറ്റ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രേറ്റർ ദാൻ 50,000 ഉള്ളതായിട്ടുള്ള ഒരു സിറ്റീസോ സ്ഥലങ്ങളോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഓർഡേർഡ് ബൈയും ഹാവിങ് എന്ന് പറയുന്ന 2 ആട്രിബ്യൂട്ട് ക്വയറി ലാംഗ്വേജുകൾ കൂടിയുണ്ട്. ഓർഡർ ബൈ എന്ന് പറയുന്ന സമയത്ത് അവിടെ റിസൾട്ടിനെ സോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റയെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു പോപ്പുലേഷൻ്റെ ഡാറ്റയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് വേണ്ടത് ഹയസ്റ്റ് ടു ലോവസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഹയസ്റ്റ് ലോവസ്റ്റ് ആയിട്ട് സോർട്ട് ചെയ്ത് തരും. അപ്പോൾ അവിടെ അസെൻഡിങ് ആണെങ്കിൽ ASC എന്നും ഡിസെൻഡിങ് ആണെങ്കിൽ DESC എന്നുമായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഓർഡർ ബൈ പോപ്പുലേഷൻ DESC എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഫംഗ്ഷൻ SQL ഒരു പോപ്പുലേഷൻ്റെ ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ സെലക്ട് എന്ന് പറഞ്ഞിട്ട് നെയിമും പോപ്പുലേഷനും കൊടുക്കും. ഓക്കെ, ഫ്രം എന്ന ഭാഗത്ത് ഡിസ്ട്രിക്ട്. ഓക്കെ, ഡിസ്ട്രിക്റ്റിൻ്റെ പോപ്പുലേഷനാണ് നമുക്ക് വേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ദെൻ ഓർഡർ ബൈ പോപ്പുലേഷൻ DESC ആണ് എന്നുണ്ടെങ്കിൽ അത് ഡിസെൻഡിങ് ആയിട്ടുള്ള ഓർഡറിലായിരിക്കും ആ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പോപ്പുലേഷൻ ഹയസ്റ്റ് ടു ലോവസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ട് വരും എന്നുള്ളതാണ്. ഇനി അതല്ല നമ്മൾ ഓർഡർ ബൈയിൽ കൊടുക്കുന്നത് പോപ്പുലേഷൻ ASC ആണ് അഥവാ അസെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ലോവസ്റ്റ് ടു ഹയസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആയിരിക്കും ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ സെലക്ട് എന്ന് പറയുമ്പോൾ ഒരു കോളത്തിൻ്റെയാണ് നമ്മൾ പറയുന്നത്. ഫ്രം എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് എടുക്കേണ്ടത്, ഓർഡർ ബൈ ഏത് ഓർഡറിലാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ഓർഡർ ബൈ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഹാവിങ് എന്ന് പറയുന്ന സമയത്ത് ഫിൽട്ടർ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഹാവിങ് എന്ന് പറയുന്നത് ഒരു 10 ഡിസ്ട്രിക്റ്റിൻ്റെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സെലക്റ്റിൽ നമ്മൾ കൊടുക്കുന്നു സ്റ്റേറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്ട്രിക്ട്, ഫ്രം ഡിസ്ട്രിക്ട് കൊടുത്തു എന്ന് പറയാം. ഇനി ഹാവിങ് കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 10 എണ്ണത്തിൻ്റെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒരു അല്ലെങ്കിൽ 10 എണ്ണം അല്ലെങ്കിൽ 10ൽ കൂടുതൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു 10 ഡിസ്ട്രിക്റ്റിൻ്റെ പോപ്പുലേഷൻ ഡാറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹാവിങ് എന്ന് പറയുമ്പം ഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ ബൈ എന്ന് പറയുമ്പം ഡാറ്റയെ സോർട്ട് ചെയ്യുകയാണ്. ദെൻ ഹാവിങ് എന്ന് പറയുന്ന സമയത്ത് ഗ്രൂപ്പായിട്ട് തന്നെ അതിനെ തരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും SQL ആട്രിബ്യൂട്ട് ഡാറ്റയിൽ വർക്ക് ചെയ്യുന്നത് സെലക്റ്റും ഫ്രമും വേറുമാണ്. അപ്പോൾ സെലക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് കോളമാണ് വേണ്ടതെന്നുള്ളതാണ്. ഫ്രം ഏത് സ്ഥലത്താണ്, ഡിസ്ട്രിക്റ്റിൻ്റെ ആണോ നേഷൻ്റെ ആണോ പഞ്ചായത്തിൻ്റെ ആണോ അങ്ങനെയുള്ളതാണ് വരുന്നത്. ദെൻ വേർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു കണ്ടീഷനാണ് കൊടുക്കുന്നത്. പോപ്പുലേഷൻ ഏത് ഇതിലാണ് വേണ്ടത് എന്നുള്ളതാണ് വേർ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, പോപ്പുലേഷൻ എത്ര 50,000 ആണോ 1 lakh എബോ ഉള്ളതാണോ തുടങ്ങിയവയ്ക്കാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ SQL ആട്രിബ്യൂട്ട്
ആട്രിബ്യൂട്ട് ക്വയറിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആണ്. ദെൻ ടൈപ്സ് ഓഫ് ഡാറ്റ യൂസ്ഡ് ഇൻ ആട്രിബ്യൂട്ട് ക്വയറി. നമ്മൾ ന്യൂമറിക് ഡാറ്റ യൂസ് ചെയ്യാറുണ്ട്, ടെക്സ്റ്റ് ഡാറ്റ ഉണ്ട്, ദെൻ ബോലിയൻ ഡാറ്റ, ദാറ്റ് മീൻ ട്രൂ ഫോൾസ് വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഡേറ്റ് ഡാറ്റ, അപ്പോൾ സർവേ ഡേറ്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഡേറ്റ് തുടങ്ങിയവയ്ക്കാണ് ഇതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ക്വയറിയെ കുറിച്ചാണ്. ടോപ്പോളജിക്കൽ ക്വയറിയാണ്. ഇതും ഒരു സ്പേഷ്യൽ ക്വയറി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് തമ്മിലുള്ള ടോപ്പോളജിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇത് കൃത്യമായിട്ട് പഠിക്കുന്നത്. അതായത് ഒരു ജോഗ്രഫിക് ആയിട്ടുള്ള ഫീച്ചർ മറ്റൊരു ജോഗ്രഫിക് ഫീച്ചറുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ടോപ്പോളജിക്കൽ ക്വയറി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയോ ഷേപ്പിനെയോ സൈസിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നതല്ല. ഇത് രണ്ട് ഫീച്ചേഴ്സ് തമ്മിലുള്ള ടോപ്പോളജിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രം പഠനം നടത്തുന്നതായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ടോപ്പോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റഡി ഓഫ് സ്പേഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ഓഫ് ജിയോമെട്രിക് ഒബ്ജക്ട്സ് ദാറ്റ് റിമൈൻ ഇൻവേരിയന്റ് അണ്ടർ കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ടോപ്പോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജോഗ്രഫിക് ഫീച്ചേഴ്സ് തമ്മിലുള്ള സ്പേഷ്യൽ റിലേഷൻഷിപ്പിനെയാണ് റെഫർ ചെയ്യുന്നത്. അതായത് അത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അത് പറയുന്നുണ്ടാവുക. അതിൻ്റെ എക്സാക്ട് ഷേപ്പോ സൈസോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കില്ല പറയുന്നുണ്ടാവുക. റിലേഷൻഷിപ്പിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മെഷർമെൻറ്റ്സ് ഉണ്ടാവില്ല, അതിൻ്റെ കണക്ഷനോ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫീച്ചേഴ്സൊക്കെ എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഷേപ്സും സ്ട്രക്ചറും ഒക്കെ ഡിസ്റ്റോർട്ടഡ് ആയാലും അതിൻ്റെ റിലേഷൻഷിപ്പിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ടോപ്പോളജിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കണക്ടിവിറ്റി, അഡ്ജസൻസി, കണ്ടെയ്ൻമെൻറ്റ് ആൻഡ് ഇൻ്റർസെക്ഷൻ ആണ്. അപ്പോൾ അഡ്ജസൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഫീച്ചേഴ്സ് ആർ ലിങ്ക്ഡ് എന്നുള്ളതാണ്. ഇപ്പം റോഡുകളാണ് മെയിനായിട്ട് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഒബ്ജക്ട്സ് നെക്സ്റ്റ് ടു ഈച്ച് അതർ ആണ്. അഡ്ജസൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ഷെയറിംഗ് ബൗണ്ടറീസ് ആണ്. ഓക്കെ, ഒരു ഫീച്ചറിൻ്റെ അടുത്ത് ഏതാണ് എന്നുള്ളതാണ് അഡ്ജസൻസി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. കണക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്ട്സിൻ്റെ കണക്ഷനെ കുറിച്ചാണ്, എങ്ങനെയാണ് ഫീച്ചേഴ്സ് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കണക്ടിവിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് വൺ ഫീച്ചേഴ്സ് ഇൻസൈഡ് അനദർ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ വരുന്നതായിട്ടുള്ള ഒന്നാണ്. ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റ് ക്രോസ് ഓർ ഓവർലാപ്പ് ചെയ്യുന്നതാണ്. കാരണം ഒരു രണ്ടോ അതിലധികമോ ജോഗ്രഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പരസ്പരം ക്രോസ് ചെയ്യുകയോ ഓവർലാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ഷെയർ ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഇൻ്റർസെക്ഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ടോപ്പോളജി എനേബിൾസ് GIS ടു പെർഫോം അഡ്വാൻസ്ഡ് സ്പേഷ്യൽ അനാലിസിസ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫർമേഷൻസിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ GISനെ പ്രവർത്തിക്കുന്നതിന് അനുയോജ്യമാണ് ഈ ടോപ്പോളജി. അപ്പോൾ ചുരുക്കത്തിൽ GISൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഡാറ്റ റിട്രൈവലും അനാലിസിസും അതുപോലെ തന്നെ സ്പേഷ്യൽ ഡാറ്റ മാനേജ്മെൻറ്റും. അപ്പോൾ അതിന് സഹായകരമാകുന്ന ഒന്നാണ് ഈ ക്വയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 3 തരം ക്വയറീസ് വരുന്നുണ്ട്: ആട്രിബ്യൂട്ട് ക്വയറി, സ്പേഷ്യൽ ക്വയറി ആൻഡ് ടോപ്പോളജിക്കൽ ക്വയറി എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് ക്വയറി എന്ന് പറയുമ്പം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ട് ഡാറ്റയിൽ നിന്നും നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നതിനെയാണ് ആട്രിബ്യൂട്ട് ക്വയറീസ് എന്ന് പറയുന്നത്. സ്പേഷ്യൽ ക്വയറീസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഫീച്ചേഴ്സിൻ്റെ ലൊക്കേഷനോ ഡിസ്റ്റൻസോ ഏരിയയോ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നു. ദെൻ ടോപ്പോളജിക്കൽ ക്വയറീസ് എന്ന് പറയുന്ന സമയത്ത് ആ രണ്ട് ഫീച്ചേഴ്സിൻ്റെ ഒരു സ്പേഷ്യൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇത് മൂന്നും GISനകത്ത് വളരെ അനിവാര്യമായിട്ടുള്ള ക്വയറീസ് തന്നെയാണ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലിസണിങ്.